കർണാടകയിൽ മന്ത്രിസഭാ വികസനത്തിന് പിന്നാലെ അതൃപ്തി അറിയിച്ച് രാജിഭീഷണി മുഴക്കിയ എംഎൽഎമാർക്ക് മുന്നറിയിപ്പുമായി മുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാർ. പാർട്ടിയാണ് പ്രധാനമെന്നും രാജിക്കത്ത് മിനിറ്റുകൾക്കകം അംഗീകരിക്കാൻ തയ്യാറാണെന്നും ഡി.കെ. ശിവകുമാർ പറഞ്ഞു. മന്ത്രിസ്ഥാനം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് രാജിഭീഷണി മുഴക്കുന്ന കോൺഗ്രസ് എംഎൽഎമാർക്ക് മുന്നറിയിപ്പുമായി കർണാടക മന്ത്രി ഡി.കെ. ശിവകുമാർ രംഗത്തെത്തി. ആര് രാജി നൽകിയാലും അത് മിനിറ്റുകൾക്കുള്ളിൽ സ്വീകരിക്കുമെന്നും അതിനാൽ പാർട്ടി നൽകുന്ന സ്ഥാനങ്ങൾക്കായി ക്ഷമയോടെ കാത്തിരിക്കണമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. മുൻപ് തനിക്ക് മന്ത്രിസ്ഥാനങ്ങൾ നിഷേധിച്ചിരുന്ന കാര്യവും ഡി.കെ. ശിവകുമാർ ചൂണ്ടിക്കാട്ടി. ധരംസിംഗിന്റെ കാലത്തോ സിദ്ധരാമയ്യയുടെ ഭരണസമയത്തോ തനിക്ക് രാജിവെക്കാമായിരുന്നെന്നും എന്നാൽ താൻ ക്ഷമയോടെ കാത്തിരിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട എംഎൽഎമാരുടെ അസ്വാരസ്യങ്ങൾ പരിഹരിക്കുന്നതിനായി സംസ്ഥാനത്തെ ബോർഡ് കോർപ്പറേഷൻ നിയമനങ്ങളിൽ മാറ്റം വരുത്തുമെന്നും ഡി.കെ. ശിവകുമാർ വ്യക്തമാക്കി. 2.5 വർഷത്തിന് ശേഷം ഈ നിയമനങ്ങളിലും മന്ത്രിമാരുടെ കാര്യത്തിലും മാറ്റമുണ്ടാകുമെന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നതായും അദ്ദേഹം പറഞ്ഞു. ഇത്തരം നടപടികൾ പൂർത്തിയായതിനു ശേഷം നിയമനവുമായി ബന്ധപ്പെട്ട് എംഎൽഎമാരുമായി പ്രത്യേകം സംസാരിക്കുമെന്നും ഡി.കെ. കൂട്ടിച്ചേർത്തു. പുനഃസംഘടനയുടെ ഭാഗമായി കോൺഗ്രസ് എംഎൽഎയായ യശവന്തരയ്യ ഗൌഡ വി പാട്ടീൽ അടക്കമുള്ളവർ പരസ്യമായി പ്രതിഷേധിക്കുകയും രാജിവെക്കുകയും ചെയ്തിരുന്നു. പ്രിയ നേതാക്കൾക്ക് മന്ത്രിസ്ഥാനം നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് എംഎൽഎമാരുടെ അനുയായികളും രംഗത്തെത്തിയിരുന്നു. ഡി.കെ. ശിവകുമാറും 13 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് 2 മാസത്തിന് ശേഷമാണ് പുതിയ മന്ത്രിമാരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയത്. അവസാന നിമിഷം വരെ പട്ടികയിൽ മാറ്റങ്ങൾ വരുത്തിയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് അന്തിമ തീരുമാനമെടുത്തത്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.